ഹായ്, കോട്രാളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു 27 പേര് ഉള്ള ഒരു മസനഗുഡി ട്രിപ്പാണ്. ഒരു ബസ്സിൽ 49 സീറ്റ് ബസ്സിൽ 27 ആൾക്കാർ. ഒരു 2 ദിവസത്തെ യാത്രയാണ്. ഈ 2 ദിവസത്തെ രസകരമായ കാര്യങ്ങളും നമ്മൾ കാണുന്ന കാഴ്ചകളുമാണ് നമ്മുടെ വീഡിയോയിലുണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇൻട്രോ എടുത്തപ്പോൾ ആരെയും കൂട്ടിയില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും പരാതി പറഞ്ഞു. എന്റെ മൂഡ് ശരിയല്ല. അബുക്ക ക്യാമറ കണ്ട അബുക്ക മിണ്ടില്ല. ഇല്ല, എത്ര നേരം പറഞ്ഞ. ഇത്ര നേരത്തെ ട്രിപ്പിനെ കുറിച്ച് എന്താ പറയാ? അടിപൊളിയായിരുന്നു. ഇപ്പൊ എല്ലാരും ഓഫിലാണ്. ഇട്ടില്ലെങ്കിൽ ഇത് ശരിക്കും വീഡിയോയിൽ അരുണായിട്ട് ഇട്ടില്ലെങ്കിൽ അരുണ വേറെ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ 5:30 എത്തി. ഞങ്ങൾ 6 മണിക്ക് ശേഷമാണ് വണ്ടി എടുത്തത്. ഇനി എന്താണ്, ഉഗ്ര പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു. വേറെ ലെവലായിരുന്നു. ഇനി ഞങ്ങൾ റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഓഫ് മോഡാണ്. ഇനി കുറച്ച് പാട്ട് ഓഫ് ചെയ്തപ്പോഴാണ് നമ്മൾ ക്യാമറ ഓൺ ആക്കിയത്. ഇനി കുറച്ച് കഴിഞ്ഞ് ഓണം. ഇത്ര നേരം വേറെ ലെവലായിരുന്നു. ക്ഷീണിച്ചു. ഷിബോട്ടിനെ കുറിച്ച് നീ പറഞ്ഞില്ലല്ലോ. എന്നിട്ട് നമ്മുടെ താരം എന്ന് പറയുന്നത് ഒരു 3 വ്യക്തികളുണ്ട്. ഷിബുവേട്ടൻ, പ്രസാദ്, സുഹിത്തേട്ടൻ. ഈ 3 പേരുമാണ് ഇന്നത്തെ കോമ്പറ്റീഷനില്. ഇന്ന് വൈകുന്നേരം നമ്മൾ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിൽ ആർക്കാ സമ്മാനം കൊടുക്കേണ്ടത് എന്നുള്ളത്. മിക്കവാറും ഷിബുവേട്ടൻ അടിച്ചു മാറ്റും. സുഹിത്തേട്ടൻ ചാൻസ് ഉണ്ട്. അവാർഡ് എന്താന്നൊന്നും ഇപ്പൊ പറയില്ല, സർപ്രൈസ് ആണ്. അവാർഡ് കൊടുക്കണം. നമ്മളിപ്പോ നിലമ്പൂരിനെ കൂടല്ലൂരിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാടികാണി ചുരത്തിന്റെ മുകളിലൂടെയാണ് പോകുന്നത്. നമ്മളിപ്പോൾ നാടുകാണി ചുരം കയറി ഗൂഡല്ലൂർ എത്തിയിട്ടില്ല. അതിന് മുന്നേ ഒരു നല്ലൊരു സ്ഥലം കണ്ടപ്പം
നിർത്തിയതാണ്. എല്ലാവരും ഒന്ന് റീഫ്രഷ് ആവാൻ വേണ്ടിയൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. പക്ഷേ നിർത്തിയ സ്ഥലം വളരെ അടിപൊളി സ്ഥലമായിരുന്നു. ഒരു പുഴ ഭയങ്കര ശക്തിയായിട്ട് ഒഴുകും, വെള്ളം ഒഴുകുന്ന സൗണ്ട് കേട്ടില്ലേ? ആ ഒരു സൗണ്ട് കേട്ട് ഇങ്ങനെ നടന്നു വന്നതാണ്. ഈ വഴി കൂടെ ഇങ്ങനെ നടന്ന് ഇതെല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ബാക്ക് സൈഡിൽ മുഴുവൻ തേയിലത്തോട്ടമാണ്. തേയിലത്തോട്ടത്തിൻ്റെ വലിയൊരു കുന്ന് ഉണ്ട്. താഴെ ഒരു പുഴയിൽ ഭയങ്കര വെള്ളം, മഴ പെയ്തതിൻ്റെ ആണെന്ന് തോന്നുന്നു. നല്ല വെള്ളം, ഏതോ ഒരു ഡാം എന്തെങ്കിലും തുറന്നു വിട്ട് വരുന്നതായിരിക്കും. സമയം ഇപ്പോൾ 12 മണി. നമ്മളവിടെ നിന്ന് ഒരു 6 മണിക്ക് പുറപ്പെട്ടു. ഗൂഡല്ലൂർ ഇനി നമുക്കൊരു കുറച്ച് ദൂരം കൂടെ പോയാൽ ഗൂഡല്ലൂർ എത്തും. 12 മണിയാകുമ്പോൾ നമ്മളെല്ലാ സ്ഥലത്തും നിർത്തി വളരെ റിലാക്സ് ചെയ്ത് പതുക്കെയാണ് വന്നത്. മഴയൊന്നുമില്ല, നല്ല എന്നാൽ വെയിലുമില്ല, അങ്ങനത്തെ ഒരു ക്ലൈമറ്റ്. നമ്മുടെ ബസ് അവിടെ നിൽക്കുന്നുണ്ട്. എല്ലാവരും അപ്പുറത്തുപ്പുറത്തൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. യാദൃശ്ചികമായിട്ട് കിട്ടിയൊരു സ്ഥലമാണെങ്കിലും നല്ല അടിപൊളി സ്ഥലമാണ്. ഒരു പുതിയൊരു പാലം ഇവിടെ പണി നടക്കുന്നുണ്ട്, പഴയ പാലം ഇത്. പക്ഷെ അതിഭീകരമായ വെള്ളം ഒഴുക്കാണ് ആ പുഴയിൽ. ഏതെങ്കിലും ഡാം എന്തെങ്കിലും തുറന്നതായിരിക്കും എന്ന് തോന്നുന്നു. കഴിഞ്ഞ 2-3 ദിവസം ഇവിടെ നല്ല മഴയായിരുന്നു, അതുകൊണ്ടാണ് വെള്ളം നല്ല കലങ്ങിയ വെള്ളമാണ് ഒഴുകുന്നത്. ബാക്കിൽ നമുക്ക് തേയിലത്തോട്ടം കാണാം. പിന്നെ ഇവിടെ ചെറിയൊരു തടയണ പോലെയുണ്ട്, അതിൻ്റെ മുകളിൽ കൂടെ കവിഞ്ഞ് വെള്ളം ഒഴുകുന്നു. എല്ലാവരും ഫോട്ടോ എടുക്കുന്നതിന് സെൽഫി എടുക്കുന്നതിൻ്റെയൊക്കെ തിരക്കില്ല. ഇവിടെ കുറച്ച് പേര് ചർച്ച, നമ്മുടെ ഡ്രൈവർ ചേട്ടൻ, നമ്മുടെ ഇതിഹാസിൻ്റെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. ആദ്യം വരുന്ന സമയത്ത് ഓ ഉഴുന്നുവടാ. ഓ താങ്ക് യു. എത്രണ്ണം വാങ്ങിച്ചിട്ടുണ്ട്? എല്ലാവർക്കും വാങ്ങിച്ചിട്ടുണ്ടോ? പ്രതീക്ഷ എത്രണ്ണം വാങ്ങിച്ചോ? 27. എല്ലാവർക്കും ഓരോന്നുണ്ട് കേട്ടോ. നല്ല കിടല് ഉഴുന്നുവട. ആ അബൂക്കയുടെ ടെൻഷനൊക്കെ ഭയങ്കര BP ആയിരുന്നു. അബൂക്ക് ടെൻഷനൊക്കെ കുറഞ്ഞത് ആളിവിടെ എത്തിയിട്ടുണ്ട്, ഹാപ്പി ആയിട്ടുണ്ട്.
ഇനി നമ്മൾ ഭക്ഷണം കഴിക്കും. ലഞ്ച് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞ ശേഷം ഞങ്ങള് ആനയ്ക്ക് തീറ്റ കൊടുക്കണത് എലിഫന്റ് ഫീഡിങ് കാണാൻ പോകും. പോയി വന്ന ശേഷം ബാക്കി ഞങ്ങള് കാണുന്നതാണ് നമ്മുടെ ഹോട്ടൽ. സൂപ്പർ സ്ഥലം, ദൂരമല, നട്ടുച്ചയ്ക്കും കോടമഞ്ഞില്ലേ? നട്ടുച്ചയ്ക്കും കോടമഞ്ഞ്. ആനയൊക്കെ ഈ പരിസരത്ത് കൂടെ വന്നു പോകുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. വല്ലപ്പോഴും ടൈഗറിനെ കാണാൻ പറ്റുമായിരിക്കും. അത് പുള്ളി പറഞ്ഞില്ല, ആന വരുന്നു മാത്രമേ പറഞ്ഞുള്ളൂ. ഇത്ര നേരം ആർക്കും എത്താൻ, ഇപ്പൊ എത്തിക്കഴിഞ്ഞപ്പോ ഒരു ക്ഷീണം എല്ലാവർക്കും. അയ്യോ എത്തിയതൊക്കെ സമയമായതുകൊണ്ടുള്ള കുഴപ്പമാണ്. ശിവട്ടൻ ഇപ്പൊ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്ന ആളാണ് നമ്മുടെ സ്വന്തം രഘുവേട്ടൻ, സീനിയർ സിറ്റിസൺ. പെട്ടെന്ന് നമുക്ക് ടൂർ പോകാൻ വേണ്ടി പുള്ളി പെട്ടെന്ന് വന്നതാ, ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വന്നതാ അല്ലേ രഘുവേട്ട? ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടൽ, മിസ്റ്റിവുഡ് റിസോർട്ട്. എന്താണെന്ന് അറിയില്ല. നമ്മൾ ഫസ്റ്റ് ഉള്ളിലോട്ട് കയറുകയാണ്. ഇവിടെ ഒരു വാച്ച് ടവർ കൊടുത്തിട്ടുണ്ട്, അതിലൊരു ഫ്ലാഗൊക്കെ വെച്ചിട്ടുണ്ട്. അടിപൊളി അടിപൊളി, നൈസ്. എന്താ? ഓക്കെ ഓക്കെ ഓക്കെ, റൂംസ്. ഓ സൂപ്പർ സൂപ്പർ. നല്ലൊരു കാട്ടുപോത്തിൻ്റെ ഒരു വേഴാമ്പലിൻ്റെ അടിപൊളി ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും റിസോർട്ടിൽ വന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. നമ്മുടെ റൂം 20 പേർക്കുള്ള ഡോർമെട്രി. നല്ല വലുപ്പമുണ്ട്. ഷവർ ഇവിടെ ഉണ്ട്, ബക്കറ്റ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്, വൃത്തിയുണ്ട്. ഇവിടെ ഒരു വാഷ് ബേസിൻ. നമ്മുടെ കയ്യിൽ മൊത്തം 27 പേരുള്ളതിൽ 20 പേർക്ക് ഒരു ഡോർമെട്രി പോലത്തെ ഉള്ള 20 ബെഡുള്ള ഒരു റൂം ഡോർമെട്രി. പിന്നെ ഗേൾസ് ഒരു 3 പേരുണ്ട്, അവർക്ക് ഒരു റൂം. പിന്നെ ബാക്കിയുള്ളവർക്ക് വേറൊരു റൂമും കൂടെ ഉണ്ട്. ആ റൂം എങ്ങനെയുണ്ടെന്ന് ഞാൻ കണ്ടില്ല, ഒന്ന് പോയി നോക്കാം. അതാണ് 4 പേർക്കുള്ളൊരു റൂം. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് 4 പേർക്ക്. ഇതാ ഇവിടെ ബാത്റൂം, ഒരു സെറ്റി ഉണ്ട്, ഒരു ടീപ്പോയും ഉണ്ട്. പിന്നെ ഹെവി മഴയൊക്കെ പെയ്താൽ വെള്ളം കയറുമെന്ന് തോന്നുന്നു, അങ്ങനെയുണ്ട് ചെറുതായിട്ട്. കുഴപ്പമില്ല. ഡോറൊക്കെ അലുമിനിയം ഫാബ്രിക്കേഷനാണ്. നമ്മളെല്ലാവരും ഫുഡിന് വേണ്ടി കയറിയിരിക്കുകയാണ്. ഓർഡർ ചെയ്തോ? ഓർഡർ ചെയ്തിട്ടില്ല, എന്താ ഓർഡർ ചെയ്യേണ്ടതെന്ന് അറിയില്ല. വെയിറ്റിംഗ് ആണ്. വീഡിയോയിലാണ്. ഓർഡർ ചെയ്തോ? അബുക്കാ ചിക്കൻ ബിരിയാണി വെച്ചിരിക്കോ. ബിനുവേട്ട ഫസ്റ്റ്. ബിനുവേട്ട നിങ്ങൾ ഫോട്ടോ എടുക്കാൻ വന്ന ആളാണ് കേട്ടോ, ഫോട്ടോ എടുക്കാൻ വന്ന ആള്. അവസാനം വരാല്ലേ? പായസം ഉണ്ട്, സേമിയ പായസം. നമ്മുടെ ചിക്കനില് ഉപ്പില്ല, മുളകില്ല, ഒന്നുമില്ല. പക്ഷെ ബിരിയാണി നല്ലതാണ്, സൂപ്പറാണ്. ചിക്കനിൽ ഒന്നുമില്ല. അതെ, ഇപ്പം ഞാൻ കുരുമുളക് പൊടി എടുത്ത് തരണമെന്ന് ആലോചിച്ചോണ്ടിരിക്കണേ. കുരുമുളക് എടുത്ത് വന്നാൽ ഹെൽത്ത് നന്നാവും, നന്നായി സ്പൈസി ആവും, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷെ കുഴപ്പമില്ല, മൊത്തത്തിൽ ബിരിയാണി എന്ന് പറഞ്ഞാൽ നന്നായിട്ടുണ്ട്. ഹെവി ഫുഡായി, നല്ല അടിപൊളി ഫുഡ്. ബിരിയാണി ചിക്കൻ പീസ് അത്ര പോരാന്നാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞത്. ചിക്കൻ പീസിൽ മസാലയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ റൈസ് അടിപൊളി റൈസായിരുന്നു. റൈസിലൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. റൈസിൽ ആ ബിരിയാണിയുടെ കുത്തലൊന്നുമില്ല. അതും പായസം ഞാൻ കുടിച്ചില്ല, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തേ ഉള്ളൂ, അത് മാത്രം. കഴിഞ്ഞിട്ട് ഇനി ഇറങ്ങി. ഇനി എന്താ പരിപാടി എന്നുള്ളത് പ്ലാനിങ് നടക്കുന്നേ ഉള്ളൂ. നമ്മുടെ വലിയ ബസ്സായതുകൊണ്ട് നമുക്ക് അങ്ങനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഓഹോ, അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഫ്ലാഗ്
നമ്മുടെ കാട്ടുപോത്ത്. ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ടോപ്പ് വ്യൂ. തൊട്ടപ്പുറത്ത് വേറൊരു റിസോർട്ടും കൂടെ ഉണ്ട്. കുഴപ്പമില്ല. വലിയൊരു മല. ഇപ്പോ ഞങ്ങള് വാച്ച് ടവറിന്റെ മുകളിൽ നല്ല അടിപൊളി കഴുതകളി. ഇരിക്കണം മുഴുവൻ കഴുതകള്. ഇതില് വലിയ കഴുത ആരാന്ന് കണ്ടുപിടിക്കാനുള്ള കഴുതകളി. കൈ കാണിച്ചേ. ഉഷാറാണ്. ഇതിലേതാ വേണ്ടത്? ഹായ്, ഞങ്ങൾ ഞങ്ങളുടെ റിസോർട്ടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലത്ത്, ഫോറസ്റ്റിൻ്റെ അല്ല, പ്രൈവറ്റ് സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അസാധ്യമായ സ്ഥലം, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസ്. ഈവനിങ് അധികം വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ഇതുണ്ട്, നല്ല കാറ്റ്, ഭയങ്കര മനോഹരമായ കാഴ്ച. ഭയങ്കര ഫുള്ള് പുല്ല, ചെറിയൊരു ചതുപ്പ് പോലെ മഴ നനഞ്ഞതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട്. ബാക്കിയുള്ള ചില്ല് അടിപൊളി. ആ എലിഫന്റ് ഫീഡിങ് കാണാൻ പോണോ വേണ്ടേ എന്നുള്ളതിന്റെ ചർച്ചയാണ്. അല്ല 10 കിലോമീറ്റർ ഉള്ളതുകൊണ്ട് നമ്മുടെ വണ്ടി പോയിട്ടില്ല. നമ്മുടെ വണ്ടി പോയിട്ട് അത് എളുപ്പമല്ലേ. പിന്നെ അതേപോലെ ഓണല്ലേ, പിന്നെ ആനക്ക് ഊട്ടുണ്ടാവും. അതൊക്കെ ആനയൊക്കെ വന്നിട്ട് എന്നെയൊക്കെ പിടിച്ച് എന്ത് കിട്ടാനില്ല. ഫുള്ള് ഫോട്ടോഷൂട്ടിന്റെ ഒരു സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷന്റെ ഇതുപോലെയാണ് കാണുന്നത്. ഇവിടെ ഒരു മരം വീണ് കിടപ്പുണ്ട്. അതിൽ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടാം. എല്ലാവരും ഒന്ന് കയറി ലൈക്ക് അടിച്ചേക്കണം. അടിപൊളി കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഫുള്ള് ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടേ ഇരിക്കുക. നല്ല ലൈറ്റാണ്, അടിപൊളി. ഞാൻ ബാക്ക്ഗ്രൗണ്ട് വന്നാണ് പ്രശ്നമായത്. അത് അടിപൊളി കളറ്. ഈ മരമാണ് ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് തോന്നി. ഇതിലിരുന്നാലും നമ്മളെല്ലാ ഫോട്ടോസും എടുത്തത്. ഇപ്പം എല്ലാവരുടെയും കുറച്ച് പേര് പോയി, ബാക്കിയുള്ളവരുടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുക. റിസോർട്ടിൽ ചായ സ്നാക്സും ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. 5 മണിക്കാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ സമയം 5 മണിയായി. നമ്മളൊരു 5:30 വരുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ അവർ വിളിച്ചു എന്ന് പറഞ്ഞു. ആയോ നിങ്ങൾ വരുന്നോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എല്ലാവരും കൂടെ സ്നാക്സ് ആണ് പ്രതീക്ഷ. ബിരിയാണി കഴിച്ചിട്ട് 2 മണിക്കൂർ ആയതേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചീട്ട് കളിച്ചു, കുറേ പേര് റമ്മി കളിച്ചു, കുറേ പേര് കഴുത കളിച്ചു. ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ റിസോർട്ടിൽ നമ്മൾ നൈറ്റ് ക്യാമ്പ് ഫയറൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ വിശേഷങ്ങളും അതിൻ്റെ രസകരമായ വീഡിയോസുമായിട്ട് നാളെ വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.